സംതൃപ്തി 100%. ലൈറ്റ് അങ്ങനെ സ്പ്ലാഷ് ചെയ്തിരിക്കുന്നത്. ഇതെനിക്കൊന്ന് ടെക്സ്ചറാണ് അല്ലേ? ടെക്സ്ചർ പെയിന്റ് ആണ്. ഇതിൽ ഈ ഒരു കുറേ സ്ഥലത്ത് ക്വാർട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, കിച്ചണിലേക്ക് കയറാം. ഇത് കിച്ചണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഡൈനിങ് ടേബിൾ ആക്ച്വലി ഇത് 10 പേർക്ക് മാസ്റ്റർ ബെഡ് അല്ലേ? അതെ, കിങ് സൈസ് ബെഡ് കോട്ട്. കിങ് സൈസ് ബെഡ് കോട്ടാണ് കൊടുത്തിരുന്നത്. ഹെഡ് ബോക്സ് സ്റ്റെയർ കേസിന് അടിയിൽ ഒരു അടിപൊളി യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്. അതെ അതെ. നമസ്കാരം. നമ്മൾ ഇൻറ്റീരിയറിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഇപ്പോൾ ചെയ്യുന്ന ഇൻറ്റീരിയർ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അത് ഏറ്റവും ഗംഭീരമായിരിക്കണം എന്നുള്ളതാണ്. എസ്തെറ്റിക്സ്. എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പറയേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് ക്വാളിറ്റിയും 2 എസ്തെറ്റിക്സുമാണ്. എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പലപ്പോഴും കളിയാക്കി പലരും പറയാറുണ്ട്. പക്ഷേ എസ്തെറ്റിക്സ് ഇല്ലാതെ നിങ്ങൾ വീട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. പറവൂരുള്ള അഖിലിൻ്റെ വീട്. ഇതിൻ്റെ ഇൻറ്റീരിയർ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡിക്കോഡി ഇൻറ്റീരിയേഴ്സാണ്. ജോജിയുടെ വീഡിയോസ് എനിക്ക് തോന്നുന്നു ഒരു 5-6 വീഡിയോസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന, എലഗൻ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കോൺടെമ്പററി ഡിസൈനിൽ ചെയ്തു പോയിരിക്കുന്ന ഇൻറ്റീരിയർ. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഇപ്പോൾ കാര്യങ്ങൾ പറയാനായിട്ട് ജോജിയുണ്ട്. അതെ, നമസ്കാരം. വീണ്ടും നമസ്കാരം. എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകും. ലാസ്റ്റ് നമ്മൾ കണ്ടത് തിരുവനന്തപുരത്ത് പൂന്തുറയിലാണ് നമ്മൾ. പൂന്തുറ. അയ്യോ, ആ സ്ഥലം എന്നാ പറയുന്ന അങ്ങ് അയ്യത്തരിഞ്ഞു ഒറ്റത്ത് പോയി, ദൂരം പോയി നമ്മൾ ചെയ്തൊരു സാധനം. ആക്ച്വലി ഇതുള്ളത് പറവൂരാണ്. ആളുടെ പേര് അഖിലാണ് പേര്. ഇത് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറിൽ ആരാ ചെയ്യുന്നത്? ആർക്കിടെക്ചർ ചെയ്തേക്കുന്നത് അനീറ്റ എന്ന് പറഞ്ഞ ആളാണ്. സ്റ്റുഡിയോ മൂസ് ആർക്കിടെക്ട്സ് അല്ലേ? അവരെ നമുക്ക് ലാസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. അതെ, ഇവിടെ നമുക്ക് തുടങ്ങാം. ഇതൊരു ജസ്റ്റ് ഒരു പാറ്റിയോ പോലെ അവര് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, അതിന്റെ എന്താ പറയുന്നത്, കൂടുതൽ എലമെന്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഇതൊക്കെ നമ്മുടെ പ്രൊജക്ട് വന്നിരിക്കുന്നല്ലേ? അതെ, നമ്മുടെ ഡിസൈനിൽ വന്നിരിക്കുന്ന സാധനങ്ങളല്ലേ? ഇത് ജിയുടെ ഇത് കൊടുത്തിട്ടുണ്ട്, ലെഡ്ജസ് കാര്യങ്ങളായിട്ട് ഒരു പ്ലാന്റർ ബോക്സ്, ഫോയർ ഏരിയ, അത്യാവശ്യം ഒരു ഗ്രീനറി കൊണ്ടുവന്നാണ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതില് ഒരു പ്രയർ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ പവർ യൂണിറ്റ് എന്നാണ് ഞാൻ ഇതിനെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ വീട്ടില് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള എന്നെ അട്രാക്ട് ചെയ്തുള്ള ഒരു സാധനം സെൻട്രൽ പവർ യൂണിറ്റ്. ഹിന്ദു ഭവനങ്ങളിൽ എപ്പോഴും ഒരു റൂമായിരിക്കും, അതിന് പകരം ഒരു വോളാണ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു വോളാണ്. അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇവിടെ ഒരു ആക്ച്വലി ഒരു കുരിശു മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെ, അതിന്റെ സൈഡിലൂടെ ഒരു LED സ്ട്രിപ്പ് സ്പ്ലാഷ് ചെയ്ത് ലൈറ്റ് അങ്ങനെ സ്പ്ലാഷ് ചെയ്തിരിക്കുന്നത്. ഇതെനിക്കൊന്ന് ടെക്സ്ചറാണ് അല്ലേ? ടെക്സ്ചർ പെയിന്റ് ആണ്. ഇതിലോട്ട് വന്നപ്പോഴോ WPC ലൂവേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. WPC ലൂവേഴ്സ്. അതെ, ഗ്രൂ കുറവുള്ള WPC ലൂവേഴ്സ് ആണ്. ശരി. പിന്നെ ഇവിടെ ഒരു എന്താ പറയാ യൂണിറ്റ് ബൈബിള് വെച്ച് ജസ്റ്റ് അത്ര തന്നെ ഉള്ളൂ. സിമ്പിൾ ആൻഡ് എലഗന്റ്. ആ രീതിക്കാണ് ഇവിടുത്തെ പ്രയർ വോള് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റും ഒരു പാനലിങ്ങും അതിന്റെ ഒരു പ്രൊഫൈൽ ലൈറ്റും അവിടെ പ്രൊവൈഡ് പ്രൊഫൈൽ ലൈറ്റ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലിവിങ് വിത്ത് TV യൂണിറ്റ് ആണ് അല്ലേ? അതെ അതെ, കൊള്ളാം. ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു എൻഡ്ലെസ് ആയിട്ട് നോർമലി ഇപ്പോഴത്തെ ട്രെൻഡ് ഐറ്റം ആയിട്ടാണെങ്കിൽ എൻഡ്ലെസ് ആയിട്ടുള്ള കർവ്ഡ് ഡിസൈൻ, ഒരു വാബി സാബി കോൺസെപ്റ്റ് പോലെ. വാബി സാബി കോൺസെപ്റ്റ് അങ്ങനെ തന്നെ പറയണം. ഇതില് ഈ ഒരു കുറേ സ്ഥലത്ത് ക്വാർട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, ഫുള്ളി ക്വാർട്സിന്റെ ഒരു മൊത്തത്തിലൊരു അതിപ്രസരം എന്ന് പറയാൻ. ഇതിനകത്ത് ഇവിടെ ക്വാർട്സ് ആണ്. എനിക്ക് തോന്നുന്ന ആള് അതിലാണ് വർക്ക് ചെയ്യുന്നത്, ക്വാർട്സിന്റെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ളി ക്വാർട്സ് ആണ് നമ്മൾ ഇതിന്റെ യൂസ് ചെയ്തേക്കുന്നത്. ഒമാനിലാണ്. ഇതും ഇവിടെ ഒരു യൂണിറ്റ് ആയിട്ടില്ല, വോളായിട്ട് ചെയ്തിരിക്കും. ഓ ശരി ശരി. പിന്നെ താഴെ വന്നിരിക്കുന്ന നോർമൽ ഒരു ബേസ് ബോക്സ് കൊടുത്ത് പ്രൊവൈഡ് ചെയ്ത് അത്ര തന്നെ ഉള്ളൂ. മറൈൻ പ്ലൈവുഡ് ആണോ? മറൈൻ പ്ലൈവുഡ് അല്ല, ഇവിടെ WPC ആണ് നമ്മൾ ഫുള്ള് പോയിരിക്കുന്നത്. എല്ലാം WPC. കാര്യം ഇവിടുത്തെ കോസ്റ്റൽ ഏരിയ ആണല്ലോ. എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ വന്നാൽ കടലും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അതുകൊണ്ട് WPC-യിലേക്കാണ് പോയിരിക്കുന്നത്. ഇവിടെ ഒരു സ്വിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതും WPC തന്നെ. അത് മറൈൻ പ്ലൈവുഡ് ആണ്. വാൾ ഹാങ്ങിങ് ആയതുകൊണ്ട് മറൈൻ പ്ലൈവുഡ്. പിന്നെ മാത്രമല്ല ഡബിൾ തിക്നെസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഇതെവിടെയാ വരുന്നത്? നമ്മുടെ ഫാക്ടറി വരുന്നത് എടപ്പള്ളി പൂക്കാട്ടോടി റോഡിലാണ്. നമ്മൾ കോർണർ റൗണ്ട് ചെയ്തിട്ടുള്ള എഡ്ജ് ബാൻഡ് ആണ്. റൗണ്ട് ചെയ്ത് പോയിരിക്കുന്ന എഡ്ജ് ബാൻഡ് ആയിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു ഫിനിഷിംഗ് ആ ഒരു പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു. ഇത് കിച്ചണിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ കൗണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിന് നെഞ്ചളവിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്വാർട്സ് ആണ് കൗണ്ടർ ടോപ്പും സൈഡും കാര്യങ്ങളും ക്വാർട്സ് ആണ് അല്ലേ? ക്വാർട്സ് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു എന്താ പറയാ ആ ഒരു ഏരിയ ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ബാർ കൗണ്ടർ പോലെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ബാർ കൗണ്ടർ കോൺസെപ്റ്റാണ്. അതെ, ബാർ കൗണ്ടർ കോൺസെപ്റ്റ് ആണ്. പ്ലസ്
നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്യിപ്പിക്കാം, ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദാ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, ഡാഡോ ടൈൽസ് എല്ലാം ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും WPC തന്നെയല്ലേ? WPC തന്നെ ചെയ്തേക്കുന്നത്. അതിലൊരു വുഡ് വൈറ്റ് കോമ്പോയിലാണ് പോയേക്കുന്നത്. വൈറ്റ് കോമ്പിനേഷൻ ആണ് അല്ലേ? വൈറ്റ് കോമ്പിനേഷൻ ആണ്. അതിൽ പ്രൊഫൈൽ ഹാൻഡിലല്ല, ഒരു ബ്രസ്റ്റ് ഗോൾഡ് ഫിനിഷ് ആണ്. അത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു, ബ്രസ്റ്റ് ഗോൾഡിലേക്ക് ഫിനിഷിലേക്ക് പോകണം. അത് G ചാനലാണ്. അതെ, CO അങ്ങനെയുള്ളതല്ല, TO അല്ല, G ചാനലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? പിന്നെ പ്രധാനമായിട്ടും ഹൈറ്റ്, ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അതെ, 90ലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. യെസ്, എപ്പോഴും ഹൈറ്റ് കസ്റ്റമറുടെ താല്പര്യമാണ്. കസ്റ്റമർ ഇച്ചിരി ഹൈറ്റ് കൂടിയ ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 85 എന്നൊക്കെയുള്ള നോർമൽ എന്നാ പറയുന്നത് സ്റ്റാൻഡർഡൈസ് ഹൈറ്റ് ഒക്കെ മാറ്റി നമുക്ക് മേപ്പോട്ട് കൊടുക്കാം. 90, 92 ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്തുകൂടെ? ആക്സസറീസ് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ GTP ഉണ്ട്, കട്ടൗട്ട് ഷട്ടറുകളും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് കട്ടൗട്ടും കൂടെ ക്ലയന്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാം ഗോള പ്രൊഫൈൽസ്. ഗോളയല്ല, നമ്മൾ അത് ഒരു തിക്നെസ് താത്തിയിട്ടേക്കാം. ഗോളയല്ല കേട്ടോ, സോറി ഗോളയല്ല. ഗോള പ്രൊഫൈൽ ഇവിടെ ഇല്ല. ഒരു കാരണം നമ്മൾ താഴ്ത്തിയിട്ടേക്കുവാണ്. ഇത് എല്ലാം WPC അല്ലേ പറഞ്ഞത്? ഫുൾ WPC. ഇതിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചണും ഉണ്ട്. വർക്കിംഗ് കിച്ചണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് കിച്ചണിലാണ് നിങ്ങൾ കൂടുതൽ ആക്സസറീസ് ചെയ്തിരിക്കുന്നത്. ടാൻഡം ചെയ്തിട്ടുണ്ട്. ടാൻഡം ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ ടാൻഡം ബോക്സുകളായിട്ട് എനിക്ക് ഇവർ കട്ട്ലറി ട്രേ ഫസ്റ്റ്ലി ഉണ്ട്. പിന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ചെയ്യേണ്ട ഒരു സാധനമാണ്. അതെ, ഒരു ബ്രൂം യൂണിറ്റ് ആണ് ചെയ്തേക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ആക്സസറീസ് അല്ലെ? എപ്കോഡ് ആക്സസറീസ് എല്ലാം 304 അല്ലേ? 304 ആണ്. ഒരുപാട് പ്രൊഫൈൽ ലൈറ്റിലാണ് ഫുള്ളി ഈ വീടിന്റെ ഒരു ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റും ആണ്. ഇവിടെയാണ് മെയിൻ, അതായത് നോർമൽ ഷോ കിച്ചന്റെ ബാക്കിയുള്ള ആക്സസറീസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ചിമ്മിനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ വെളിയിലോട്ട് ആ കവർ ചെയ്ത് പുറത്തേക്ക് വിട്ടിരിക്കുന്നു. ഇതാണ് ഇവരുടെ കിച്ചൺ യൂണിറ്റ്. ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത പറയട്ടെ, ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ടൈല് വരെ മാറ്റ് ഫിനിഷ് ടൈലാണ്. എനിക്ക് തോന്നുന്നു ആർക്കിടെക്ട് വളരെ കൃത്യമായിട്ട് ഇവരുടെ അടുത്ത് കൺവേ ചെയ്ത് ആ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഡൈനിങ് ടേബിൾ ആക്ച്വലി ഇത് 10 പേർക്ക് ഇരിക്കാം അല്ലേ? നല്ല ഫുൾ ലെങ്ത് ആയിട്ടുള്ള രീതിയിൽ ഭയങ്കര ലെങ്ത്. അതും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ക്വാഡ്സ് കർവ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തിരിക്കും. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ലെഗ് അവരെടുത്തിട്ട് ക്വാഡ്സിന്റെ ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സീലിംഗ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടോ യോജി? സീലിംഗ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇത് നമ്മളാണെങ്കിൽ അല്ലാണ്ട് തന്നെ നോർമൽ ഇതിൽ തന്നെ ഗ്രൂ ചെയ്തിരിക്കുകയാണ്. അതും പ്രൊഫൈൽ ലൈറ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു എന്താ പറയാ, ഒരു മുന്തിരി ബൾബ് പോലത്തെ സാധനം നമ്മൾ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഡൈനിങ്ങിന്റെ മേളിലേക്ക് സ്പ്ലാഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതേ, ഓപ്പൺ ആയിട്ടുള്ള വാഷിംഗ് യൂണിറ്റ്. അതെ, ക്ലോസ്ഡ് അല്ല, ഓപ്പൺ വാഷിംഗ് യൂണിറ്റ്. അതില് ഇവിടെ നമുക്കൊരു ടീൽ കളറില് അല്ല, ബ്ലൂ കളറാണ്. ബ്ലൂ മിക്സ് ചെയ്ത് ഡാർക്ക് സീ ബ്ലൂ അതിവിടെ ചെയ്തിരിക്കുന്നു. ഗോൾഡൻ കളർ പോയിരിക്കുന്നു. പിന്നെ സെൻസർ നോർമൽ പറയുന്നത് പോലെ സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. WPC ലൂവേഴ്സ് അല്ലേ? ഇതൊക്കെ ആ ഒരു ഗോൾഡൻ കളറിലാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര ബെഡ്റൂംസ് ടോട്ടല്? നമുക്ക് 4 ബെഡ്റൂമാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 3 നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇന്റീരിയർ ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. കിങ് സൈസ് ബെഡ് കോട്ട് ആണ് കൊടുത്തിരുന്നത്. ഹെഡ് ബോർഡ് അവരുടെ ഫോട്ടോയും പ്രൊഫൈൽ ലൈറ്റും മാത്രം വെച്ച് ചെയ്തിരിക്കുക. അതെ, ഒരു സൈഡില് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതിലാ ചെയ്തിരിക്കണേ? ഇത് മറൈൻ പ്ലൈവുഡിലാണ്. ബേസ് എല്ലാം മറൈൻ പ്ലൈവുഡ് തന്നെയാണ്. ഇവിടെ ഒരു ഐറ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം. അതെ, ഫോൾഡബിൾ മെക്കാനിക്സ് ആണ്. ഫോൾഡബിൾ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പുൾ ഡൗൺ ചെയ്താൽ മതി. ഇവിടെ താഴേക്ക് താത്താം. എന്നിട്ടൊന്ന് പൊക്കിയാൽ മതിയോ? അല്ല, ഇത് ഇവിടുന്ന് സൈഡിൽ നിന്ന് രണ്ടും കൂടെ ടാപ്പ് ചെയ്തിട്ട് പുൾ ഡൗൺ. ശരി. എന്നിട്ട് ആവശ്യത്തിന് വേണം പൊക്കിയാൽ നമുക്ക് ലോക്ക് ചെയ്യുന്നു. ഇവിടെ അങ്ങനെ ലോക്ക് ആക്കിയിരുന്നോളൂ. ഇവിടെ ഒരു ഓപ്പൺ ലെഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഉള്ള വാർഡ്രോബ് ഡ്രസ്സിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഡ്രസ്സിംഗ് ടേബിൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ, ഇവിടെ മിറർ പോയിട്ടുണ്ട്. ഇവിടെ മിറർ ഉണ്ട്. ഈ മിറർ നമുക്ക് മറ്റേ വിൻഡോ ആണത്. ആ വിൻഡോ മിറർ ഗ്ലാസ് കൊടുത്തേക്കാണ്, ഫിനിഷ് എക്സ്റ്റീരിയർ വിൻഡോ ആണത്. ഓക്കെ അകത്തുനിന്ന് നമുക്ക് മിററായിട്ട് തന്നെ നമുക്ക് ആക്ട് ചെയ്യാം. അതെ, മിററായിട്ട് തന്നെ ആക്ട് ചെയ്യുന്ന രീതിയിൽ കൊടുത്തേക്കാണ്. ഇതിന് ടച്ച് ഷെയ്ഡ് ഫിനിഷ് വന്ന രീതിയിലുള്ള വാർഡ്രോബാണ് ഇരിക്കുന്നത്. ലാമിനേറ്റ് കളറുമാണ്. 4 ഷട്ടർ വാർഡ്രോബ് ആണ്. അതിനിപ്പോ തുറന്ന് കാണിക്കാത്ത ഇവരുടെ ഡ്രസ്സ് അകത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ്. ഇതാണ് പേരന്റ്സ് ബെഡ്റൂം. അതെ, ഇത് 2 സിംഗിൾ കോട്ട് ബെഡ് അടുപ്പിച്ചിട്ടേക്കുന്നതാണ്. ചെയ്തിരിക്കുന്നതാണ്. ഒരു സൈഡിലെ സൈഡ് ടേബിൾ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മള്
വാർഡ്രോബ് ഫുൾ ഹൈറ്റിൽ ഒരു വുഡൻ കളറിലാണ് വുഡൻ കളറിൽ വിത്ത് ലോഫ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. ലോഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ വന്നിരിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയ വാർഡ്രോബ് എന്നുള്ള രീതിയിൽ ഇവിടെ ചെയ്തിരിക്കുന്നല്ലേ. ഒരു 2 ഡോർ വാർഡ്രോബ് ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയ ആയിട്ടാണ് ശരിക്കും. ഡ്രസ്സിംഗ് ഏരിയ ആയിട്ടാണ് ആക്ട് ചെയ്തേക്കുന്നത്. എല്ലായിടത്തും നമുക്ക് സീലിംഗ് ഈ പറഞ്ഞ പ്രൊഫൈൽ തന്നെയല്ലേ, പ്രൊഫൈലായിട്ട് തന്നെയാണ് ഫുള്ളി പോയിരിക്കുന്നത്. അനോമലി ഉള്ള ഫോൾ സീലിംഗുകളൊന്നും കൊടുത്തിട്ടില്ല. ഇല്ല, ഫോൾ സീലിംഗുകൾ ഒന്നും അഡീഷണൽ ആയിട്ട് അങ്ങനെ ഒന്നും കൊടുക്കാതെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് ഇവരുടെ മനോഹരമായ ഒരു സ്റ്റെയർ കേസ്. പക്ഷേ സ്റ്റെയർ കേസിന് അടിയിൽ ഒരു അടിപൊളി യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്. അതെ, അടിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഒരു പർപ്പസിനോട് കൂടി തന്നെ. ഇത് 10 ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതെ, ഇത് ഇൻവെർട്ടർ സ്റ്റോറേജ് ആണ് മെയിലിന് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ. പണ്ടത്തെ 10 ഇപ്പോഴത്തെ ഇൻവെർട്ടർ സ്റ്റോറേജ്. പിന്നെ ഇവിടെ ഒരു ബേ വിൻഡോയും ചെയ്തിട്ടുണ്ട്. ബേ വിൻഡോ സ്റ്റോറേജ് ഉണ്ട്, കുഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ശരിക്കും നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം. അതെ ജോജി, ഇത് അവരുടെ അപ്പർ ലിവിംഗ് ആണ് അല്ലേ, പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. അതെ, ഒരു ഇവിടെയും ഈ ഒരു സെയിം ബേ വിൻഡോ പ്ലസ് ഒരു സിറ്റിംഗ് എന്നുള്ള രീതിയിൽ തന്നെ മാത്രം കൊടുത്തു. ഇതൊക്കെ നമ്മുടെ ഡിസൈൻ വരുന്നല്ലേ. അതെ, അത് കർട്ടൻസ് എല്ലാം അങ്ങനെ വരുന്നല്ലേ. കർട്ടൻസ് എല്ലാം അങ്ങനെ വരുന്നതാണ്. മൂന്നാമത്തെ ബെഡ്റൂം ആണേ. അതെ, ഇത് മറ്റൊരു കളർ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. അതെ, അതായത് ബെഡ് കളർ ഒരു ബ്ലൂ, അതുപോലെ ഒരു വൈറ്റ് കോമ്പിനേഷൻ അല്ലേ. ലൂവേഴ്സ് ആണ്. പിന്നെ ഹെഡ് ബോർഡ് താഴത്തെ പോലെ തന്നെ മറ്റൊരു ഹെഡ് ബോർഡ് ആയിട്ട് അവരിതിനെ ആക്ട് ചെയ്തിരിക്കുകയാണ്. പ്രൊഫൈൽ ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ, ലൂവർ ലാമിനേറ്റ്സ് ആണ് നമ്മൾ ഹെഡ് ബോർഡിനും സൈഡ് ടേബിളിനും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതെ, പിന്നെ ഉള്ളത് നമ്മുടെ വാർഡ്രോബാണ്. വാർഡ്രോബ് പ്ലസ് ഡ്രസ്സിംഗ്. ആ താഴെ ആ ഒരു കോംബോ പോലെ തന്നെ സെയിം സാധനം തന്നെ. അതിന്റെ കളറിന് ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ട്. മിററും അതുപോലെ തന്നെ സെയിം ചെയ്തിട്ടുണ്ടല്ലേ. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ജോജി, നമുക്ക് കസ്റ്റമറുടെ ആ ഒരു സംതൃപ്തി എന്താണെന്ന് ചോദിക്കണം. കേട്ടറിയാം. അപ്പൊ ആർക്കിടെക്റ്റും ഉണ്ട്. നമുക്ക് ഇവർ രണ്ടുപേരും ചോദിച്ചാലേ രണ്ടുപേരുടെ അഭിപ്രായം കിട്ടും. അപ്പൊ എൻ്റെ ഒപ്പം ഈ വീടിന്റെ ആർക്കിടെക്ട് ഉണ്ട്, അനീറ്റ. കൺഗ്രാജുലേഷൻ. എൻ്റെ ഒരു ടേസ്റ്റുമായിട്ടൊക്കെ വന്നിരിക്കുന്ന പോലത്തെ ഒരു വീടാണിത്. കസ്റ്റമർ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യമാണ് നമ്മുടെ തോന്നിയവാസത്തിനൊക്കെ എന്താ പറയുന്നത്, അതിനൊക്കെ ഉത്തരം കിട്ടുന്നത്, റിസൾട്ട് കിട്ടുന്നത്. ഇതങ്ങനെ റിസൾട്ടോട്ട് വരേണ്ട ഒത്തിരി പണിയെടുത്തോ? ക്ലയൻറ്റ് ആദ്യം മുതലേ നമ്മളുടെ കൂടെ വളരെ കോപ്പറേറ്റീവ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളിയുടെ ഒരു വിഷനും കൂടെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ എത്ര ഡിസൈൻ ചെയ്താലും ക്ലയൻറ്റ് നമ്മളുടെ കൂടെ നിന്നാൽ മാത്രമേ നമുക്കൊരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സോ അതിനൊത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതൽ. പിന്നെ നമ്മൾ കൊടുത്ത ഡിസൈനിൽ പുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്ലയൻ്റ് ആണ്. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന അതേ രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പുള്ളിയുടെ സൈഡിൽ നിന്നുള്ള എല്ലാ കോപ്പറേഷനും നമുക്ക് ആദ്യം മുതലേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീട് നമ്മൾ ഇപ്പോൾ എലവേഷൻ നമ്മൾ എത്ര ഭംഗിയാക്കി ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനൊരു ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മേഖലയാണ്. എലവേഷൻ എത്ര മോശമായിക്കോട്ടെ, ഇന്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ കഥ മാറും. സിനിമയുടെ സെക്കൻഡ് ഹാഫ് പറഞ്ഞ പോലെ അതിന് എത്രമാത്രം നമുക്ക് ഇതിലത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ആക്ച്വലി ഇവരുടെ പഴയ വീടുണ്ടായിരുന്നു ഇതേ സൈറ്റിൽ തന്നെയായിരുന്നു. അപ്പം അതിന് ഉണ്ടായിരുന്ന ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിലേക്ക് അധികം വെട്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ ആദ്യം മുതലേ ഉള്ളൊരു മേജർ കൺസേൺ ആണ് വീടിന് വളരെ ഇപ്പോൾ പകലാണെങ്കിൽ നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും അത്രയും വെട്ടം നമുക്ക് വീടിന് ഫീൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വീടിന് നമ്മൾ ആർക്കിടെക്ചറൽ ഡിസൈനിന്റെ ഭാഗമായിട്ട് പേരിട്ടിരിക്കുന്നത് ലൈറ്റ് ബോക്സ് ഹൗസ്. അപ്പോൾ ഇതിപ്പോൾ പകലാണെങ്കിൽ നമുക്ക് കേർട്ടൻസ് എല്ലാം മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒത്തിരി ലൈറ്റ് വെൽസ് നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു സ്പേസ് ആണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഓപ്പൺനെസ് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യണം. അപ്പോൾ ഈ ലൈറ്റ് എല്ലായിടത്തേക്കും എത്തണം. അതുപോലെ തന്നെ ടോട്ടലി ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് ഇവർ ഗ്യാദർ ചെയ്തിരിക്കുമ്പോഴാണെങ്കിലും ഒരു എന്താ പറയുക, കുറച്ചൊരു കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസിലാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ഏരിയ കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നത് പോലെ ഫീൽ ചെയ്യരുത് എന്നുള്ളത് കസ്റ്റമറുടെ ഒരു മേജർ കൺസേൺ ആയിരുന്നു. അത് മാക്സിമം എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടോട്ടലി ഒരു സ്ട്രിപ്പ് ലൈറ്റിൻ്റെ ഒരു പ്രൊഫൈൽ ലൈറ്റിങ്ങിൻ്റെ ഒരു ഡിസൈനാണ് മൊത്തത്തിൽ പോയിരിക്കുന്നത്. സോ കൂടുതലും ഒരു ലീനിയർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു വീടാണിത്. മൊത്തത്തിലൊരു ബോക്സ് ഫീൽ കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ ലൈൻസിന് വളരെ പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങിലും ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എലമെന്റ്സിലും ഇതേ പാറ്റേൺസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് എത്ര സെന്റിലാണ് വന്നിരിക്കുന്നത്? ഇത് 6.5 സെന്റിൽ. 6 സെന്റ് ഉള്ളൂ. സ്ക്വയർ ഫീറ്റ് എത്രയാണ്? 2400. 2400 സ്ക്വയർ ഫീറ്റ് 6 സെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ചോദിക്കാം. കാര്യം അൾട്ടിമേറ്റ് ആയിട്ട് അവരാണെന്ന് ഇത് പറയേണ്ടത്. എനിക്കത് വർക്കായി എന്ന് പറയുന്നത്. അപ്പോൾ അനീറ്റ, താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റ്സ്. ഇനി ഇതുപോലെ അടിപൊളി പ്രൊജക്റ്റുകൾ ചെയ്യാൻ സാധിക്കട്ടെ, അത് കാണിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. അപ്പോൾ എൻ്റെ ഒപ്പം അഖിലും ഫാമിലിയുണ്ട്. ഒരു വലിയ ചെറിയ ഫാമിലിയാണ് അല്ലേ അഖിലെ? പറഞ്ഞോട്ടെ, ആരുടെ കയ്യിലാണ് മൈക്കുള്ളത്? ഓക്കെ, എൻ്റെ കയ്യിലാണ്. യെസ്. അപ്പോൾ അത് അഖിലിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ തുടങ്ങട്ടെ. ഇതെങ്ങനെ ഈ ഒരു ഡിസൈനിലോട്ട് വരുന്നു? ഇങ്ങനെ ഒരു ഡിസൈൻ, ഒരു പക്ക കോൺടെമ്പററി ഡിസൈൻ ആയതുകൊണ്ട് ചോദിച്ചാൽ. അത് ബ്രദറിന്റെ ഐഡിയ തന്നെയായിരുന്നു. അതിനൊപ്പം ആർക്കിടെക്റ്റും കൂടി അനീറ്റ പറഞ്ഞിരുന്നു ഓൾറെഡി കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ആയത്. പിന്നെ അമ്മയ്ക്കൊരു കൺസേൺ ഉണ്ടായിരുന്നത് ലൈറ്റ് ഇട്ടില്ലെങ്കിലും വീട്ടില് നല്ല വെട്ടം വേണം. അപ്പൊ അതുപോലെ തന്നെ അനീറ്റ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. പിന്നെ ചേട്ടനും ഉണ്ടായിരുന്നു ഒരുപാട് ഐഡിയാസ്.
അതുപോലെ ലിഡിയയ്ക്ക് ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. ഓരോ ഐറ്റംസും നമുക്ക് ഇന്നത് വേണം ഇന്നത് വേണം. ഞാൻ ഇത്തിരി അത്യാവശ്യം നല്ല രീതിക്ക് ഫോട്ടോ എടുക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഡ്രസ് ചെയ്ത് ഇറങ്ങുമ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ നല്ല പിക്സ് എടുത്തിട്ട് പോകണം. അപ്പോൾ ഓരോ ഏരിയസിനും അതുപോലെ ഡീറ്റെയിലിംഗ് തന്നിട്ടുണ്ട്. എൻ്റെ റിക്വയർമെന്റ്സിൽ ഉള്ളതെല്ലാം ഈ വീട്ടിലുള്ള എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിന്റെ കാര്യം പറഞ്ഞ എല്ലാം ഓക്കെയാണ്, സെറ്റായിട്ട് തന്നെ ചെയ്തു തന്നു. ഒരു ഇപ്പോൾ കിച്ചൺ എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ള ഏരിയാസ് എല്ലാം അതുമായിട്ട് ചേർന്ന് വരുന്നതാണല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബിസിനസ് തന്നെ ക്വാർട്സുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ? അത് ഇതിനകത്ത് ബോധപൂർവം വരുന്നതോ അതോ അറിയാതെ വന്നു? ഇല്ല, നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഈ കമ്പനിയായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ അവർ നമ്മളോട് പറയാ പല പല മെറ്റീരിയൽ കാണും. നമ്മൾ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിനൊക്കെ ഏറ്റവും കൂടിയ നല്ലത് തന്നെ കൊടുക്കണം. നമ്മുടെ ഒരു തീരുമാനം. അത് എൻ്റെ വീട് പോലെ പണിയുന്ന ഒരാളാണ്. അപ്പോൾ മാക്സിമം എത്രത്തോളം നല്ലാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ ആഗ്രഹമുണ്ടോ അവർ നമ്മൾ അതനുസരിച്ച് സപ്പോർട്ട് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പോവല്ലേ, നമ്മളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആൻറ്റി മുറ്റത്തുണ്ടായിരുന്നു. അന്നേരം എനിക്ക് ആരാന്ന് മനസ്സിലായി. ഇപ്പോൾ ആൻറ്റി മറ്റൊരു ചേഞ്ച് ചെയ്ത് കൊണ്ട് വന്നിരിക്കുകയാണ്. ആൻറ്റി അങ്കിളും ഉണ്ട്. ആൻറ്റി വീട് ചെയ്യുന്ന സമയത്ത് ഒരു കോൺടെമ്പററി ഡിസൈനാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ തലമുറ കണ്ടു വളർന്ന ഒരു സ്റ്റൈൽ ഓഫ് ഞാൻ വളർന്നതാണ് ആണ്. അപ്പം ആ ഒരു അവിടെ ഈ വെള്ളക്കാരുടെ വെള്ളക്കാരല്ലോ, അപ്പൊ അവരുടെ ബംഗ്ലാവും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പോയി കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. നിറച്ച് പൂക്കൾ. പിന്നെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ നിറച്ച് പൂക്കളും. എൻ്റെ അപ്പച്ചനെ എനിക്ക് എല്ലാത്തിനും സൈഡ് ചെയ്ത് തരും. പിന്നെ സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നെ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കി തരും പൂക്കൾ വെക്കാനായിട്ട്. അങ്ങനെ പൂക്കൾ കൊണ്ട് നിറഞ്ഞൊരു വീടായിരുന്നു. അപ്പം അപ്പച്ചൻ എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെയൊക്കെ ചെറുപ്പം പോലെ അത് അങ്ങനെ പഠിച്ച് അപ്പച്ചൻ ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഭയങ്കര ചിട്ടുള്ളൊരു ആളാണ്. അപ്പം അങ്ങനെ ചെയ്തു. ഞങ്ങൾ വലുതായപ്പോഴും ആ രീതിയിൽ പഠിച്ച് വീടും ഞങ്ങൾ 5 കസിൻ, എൻ്റെ 4 കസിൻസ് ഉണ്ട്. അവർ 4 വീടും ഇതുപോലെ തന്നെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ വീട്ടിലും നല്ല ഭംഗിയായിട്ടൊക്കെ വെച്ചേക്കും. അപ്പം ചെടികളും കാര്യങ്ങളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെടികളാണ്. അപ്പൊ ചെടികൾ എപ്പോഴും ഞാൻ ഫുഡിന് പോലും അത്രയും ഞാൻ ഇത് നിൽക്കുകയല്ല, ചെടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. അപ്പോൾ ചെടികളെല്ലാം വൃത്തിയായിട്ട് ചെയ്യുക. അതൊക്കെ ചെടി വെള്ളം എനിക്ക് അയ്യോ മക്കൾ ചായ കുടിച്ചില്ലല്ലോ എന്നുള്ളൊരു ടീച്ചർ പോലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് കാലത്ത് കഴിഞ്ഞിട്ട് ചെടികൾ നനയ്ക്കണം, ചെടികളൊക്കെ നനയ്ക്കണം. ആദ്യം രാവിലെ എഴുന്നേറ്റുകൊണ്ട് ചെടി നനയ്ക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീടൊക്കെ വൃത്തിയാക്കണം. അങ്ങനെ അതാ അച്ഛൻ പഠിപ്പിച്ച രീതിയാണ് ഇതിലേക്ക്. പ്രൈമറി സെക്കൻഡറി എന്നാലും നമുക്കൊരു റിവേഴ്സ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവര് പോയാലും ഇതൊക്കെ ഞാൻ എല്ലാം ശരിയാക്കി. നമ്മുടെ ജോലി ഇത് തന്നെയാണ്. അങ്കിളെ എങ്ങനെയുണ്ട് വീട്? സൂപ്പർ വീടാണ്, അടിപൊളിയാണ്. കാരണം 10-30 കൊല്ലം അറബി വീടുകളൊക്കെ കണ്ട് അപ്പൊ ഇതിന് ചെറിയൊരു അറബി ചോയ കാണുന്നുണ്ട്. അറബി ചോയുണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1 അല്ലേ? പേര് അടുത്ത പ്രാവശ്യം 2ാം ക്ലാസ്. അടിപൊളി. അടുത്ത നമ്മൾ 2ാം ക്ലാസ്സിൽ കയറും. ഓ, ഈ വീട് എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളിയാണോ? സെറ്റാണ്. ടോട്ടൽ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, സംതൃപ്തി. അതിനപ്പുറം ഒന്നും പറയാനില്ല. എത്രമാത്രം? 100%. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോജി. നമ്മുടെ ഇത് വരുന്നത് പൂക്കാട്ടുപടിയിലാണ് വരുന്നത് അല്ലേ? ഫാക്ടറിയും ഓഫീസും വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. ഓക്കെ. അപ്പം നമുക്ക് എവിടെയൊക്കെ സർവീസ് ഉണ്ട്? ഓൾ കേരളയും ബാംഗ്ലൂരും ചെയ്യുന്നുണ്ട്. ഓൾ കേരള വർക്ക് ചെയ്യുന്നുണ്ട്, കൂടാതെ പുറത്തും ചെയ്യുന്നുണ്ട്. ചെന്നൈ ചെറുതായിട്ട് മലയാളികളുടെ വർക്കുകളും കാര്യങ്ങളും എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അതെ. അപ്പോൾ എല്ലായിടത്തും നമ്മൾ വർക്ക് ചെയ്യും. അതെ, ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അതെ. ബാക്കിയവരുടെ നമ്പറേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നേരിട്ട് വിളിച്ച് ഇവരുടെ ഫാക്ടറി വന്ന് നിങ്ങൾക്ക് പ്രൊജക്റ്റുകൾ ഏൽപ്പിക്കാം. അതെ, ഫാക്ടറി നമുക്ക് വിസിറ്റ് ചെയ്യാം, മെറ്റീരിയൽസും കാര്യങ്ങളും കാണുകയും ചെയ്യാം. യെസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. യെസ്. എപ്പോഴും പറയുന്ന സർവീസാണ്, വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോ. അതുവരെയും സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.